ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്ട്രോബെറി പ്ലാന്റ്സിനെ കുറിച്ചാണ്. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ചെറിയ സ്ട്രോബെറി പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് പരിപാലിച്ച് വളർത്തി വലുതാക്കി തൈകളാക്കി നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അതിലൂടെ നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പേ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ മിക്കവാറും വീടുകളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്ലാന്റാണ്, അല്ലെങ്കിൽ എല്ലാവരും നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ് സ്ട്രോബെറി. കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് വളരെയധികം ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത. നമുക്കൊരു ചെറിയ പ്രദേശം, നമുക്ക് മണ്ണിൽ സ്ഥലമില്ലെങ്കിൽ പോലും തന്നെ നമുക്ക് ചെടിച്ചട്ടികളിൽ നമുക്ക് ഹാങ് ചെയ്താണെങ്കിലും ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ പൈപ്പ് കട്ട് ചെയ്ത് നമുക്ക് ഹാങ് ചെയ്ത് വേണമെങ്കിലും ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. പല വീഡിയോകളിലും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്ഥലമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിനകത്ത് ഒരു തൈ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിൽ തന്നെ 10, 50, 100 തൈകൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ വരുമാനമാർഗം ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു നടാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട്സ് തൈയാണ് സ്ട്രോബെറി. നമുക്ക് വലിപ്പമുള്ള സ്ട്രോബെറി ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ തന്നെ ഒന്ന് നമ്മുടെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കി അത് വിജയിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക്, നമ്മുടെ വീടിനടുത്തുള്ളവർക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെറിയൊരു വരുമാന മാർഗം ആയിക്കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ സ്ട്രോബെറി തൈകൾ ഞാൻ എങ്ങനെയാണ് പരിപാലിച്ചത്, പിന്നെ എങ്ങനെയാണ് ഇത്ര ആക്കിയെടുത്തതെന്നൊക്കെയാണ്. ഞാനൊരു 3 സ്ട്രോബെറി തൈ 150 രൂപയ്ക്ക്, ഒരു സ്ട്രോബെറിക്ക് 75 രൂപയായിരുന്നു. അങ്ങനെ 2 സ്ട്രോബെറി തൈകൾ വാങ്ങി. അതിൻ്റെ കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് തന്നതാണ് അവർ. അങ്ങനെ 3 സ്ട്രോബെറി തൈ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചു. അത് പരിപാലിച്ചെടുത്താണ് എനിക്കൊരു 100 തൈകളോളം ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും തൈകൾ ഇതിനകത്തൊന്ന് മാറ്റി നട്ടിട്ടുണ്ട്. ഒരു ഗ്രോ ബാഗിൽ ഒരു സ്ട്രോബെറി തൈ ആയിരുന്നു നട്ടത്. അന്നത്തൊന്നും തന്നെ എത്ര തൈകൾ വന്നിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പം കുറേ നാളായിട്ട് മഴയൊക്കെയായിരുന്നു. കുറച്ച് നാൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞ് വന്ന സമയത്തെ കാഴ്ചയാണ്. ഇപ്പം സ്ട്രോബെറിയിൽ കാടൊക്കെ കയറി നിൽക്കുവാണ്. അങ്ങനെ കാടൊന്നും നിൽക്കുന്നത് നല്ലതല്ല. സ്ട്രോബെറിക്ക് എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി കളയേണ്ടതാണ് സ്ട്രോബെറിയിൽ. പിന്നെ നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിൽ നിർത്തിയേക്കുന്ന സ്ട്രോബെറിയിൽ ധാരാളം തൈകൾ ഉണ്ടായി നിൽപ്പുണ്ട്. അതിനെ നമ്മൾ റണ്ണർ എന്നാണ് പറയുന്നത്. അത് നമ്മൾ എല്ലാം വെട്ടിക്കളയേണ്ടതാണ്. അതായത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നത്. നമ്മുടെ മാതൃസസ്യത്തിൽ നിന്നും ഈ റണ്ണറെല്ലാം ഉണ്ടായി വരുമ്പോഴത്തേന് നമ്മളെല്ലാം അത് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടുണ്ട് ആണ് അങ്ങനെ കുറേ വന്ന് നിൽക്കുന്നത്. അതങ്ങനെ നിൽക്കുന്നത് നമ്മുടെ സസ്യത്തിന് ഭയങ്കര ദോഷം ചെയ്യും. അതിന് കിട്ടേണ്ട എല്ലാ പോഷകങ്ങളും ഈ റണ്ണർ വലിച്ചെടുക്കും. നമ്മളെല്ലാം അത് കട്ട് ചെയ്തെടുത്ത് അതെങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതെന്നൊരു ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കയറി കാണണം. അതുപോലെ നമ്മൾ തൈയാക്കി എടുത്ത ശേഷം നമ്മൾ ചെറിയൊരു ഗ്രോ ബാഗിനകത്തോ അല്ലെങ്കിൽ ചെറിയ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയ ചെറിയ ബാഗിനകത്ത് നട്ട് നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത് സെയിൽ ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക്, നമുക്ക് വിൽക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഈ ചെറിയ തൈകൾ വേണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ കൃത്യമായി ഇതിൻ്റെ റൂൾസ് പാലിച്ച് പോന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിക്കും. നല്ല വലിയ കായകൾ വിളവെടുക്കാൻ സാധിക്കും. ഇപ്പം മഴക്കാലത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല മഴ കൊള്ളണം, എന്നാൽ ഓവർ മഴയാകാനും പാടില്ല. അങ്ങനെ ഒരു സമയമാണ് ഈ ജൂൺ, ജൂലൈ സമയങ്ങളിൽ നമ്മൾ നോക്കേണ്ടത്. പിന്നെ ആഗസ്റ്റ്, സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേനും നമ്മൾ നല്ല വളം ചെയ്ത് കൊടുക്കേണ്ട സമയമാണ്. എന്നാലും നമുക്ക് ഡിസംബർ സമയമാകുമ്പോഴത്തേന് ഇതിൻ്റെ വിളവ് കിട്ടുന്ന സമയമാകുമ്പോൾ നമുക്ക് നല്ല കൂടുതൽ വിളവ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. മെയിനായിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളാണ് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ ചാണകപ്പൊടി, ചകിരിച്ചോറ്. ഇത്രയും വളങ്ങളാണ് ഇന്ന് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ സ്ട്രോബെറി തൈ നടുന്നത് തരി മണലിലായിരിക്കണം നടുന്നത്. കാരണം ഇതിൻ്റെ വേര് തീരെ ചെറിയ വേരാണ്.
തരി പോലത്തെ വേരുകളാണ് ഇതിൽ നിന്ന് ഈ സ്ട്രോബെറി തൈക്കുള്ളത്. അപ്പം വേരോട്ടം കൂടുതൽ വരാൻ വേണ്ടി പിന്നെ അതിന് നല്ല ഉറപ്പും കിട്ടാൻ വേണ്ടി കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി മണലിൽ ചകിരിച്ചോറും പോട്ടി മിക്സും മിക്സ് ചെയ്ത് നമ്മൾ നടണം. നമ്മൾ നല്ല ഒരു ആരോഗ്യമുള്ള തൈ വേണം നമ്മൾ നഴ്സറിയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും വാങ്ങി നട്ടുപിടിപ്പിക്കാൻ. അങ്ങനെ നട്ടുപിടിപ്പിച്ച് പോട്ടി മിക്സായിട്ട് ചേർത്ത് നട്ടുപിടിപ്പിച്ച ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ കാടുകൾ വളർന്നു കയറാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു തൈ ആയതുകൊണ്ട് തന്നെ കാടുകൾ വളർന്നു കയറിയാൽ നമ്മുടെ ഈ മാതൃസസ്യത്തിൽ നിന്ന് റണ്ണർ മറ്റേ പോഷകങ്ങൾ വലിച്ചെടുക്കുന്ന പോലെ തന്നെ ഈ കാടുകളും പെട്ടെന്ന് ഒത്തിരി നമ്മൾ വളങ്ങൾ ചേർക്കുന്നതുകൊണ്ട് ഈ കാടുകളും ഈ പോഷകങ്ങളെല്ലാം വലിച്ചെടുത്ത് പെട്ടെന്ന് വളർന്നു വരും. അത് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം, എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കണം. അങ്ങനെ നമുക്ക് ഒരുപാട് തൈകളും അല്ലെങ്കിൽ ഒരുപാട് നല്ല നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ പരിപാലനം പൂർത്തിയാക്കാൻ സാധിക്കും. കാടുകൾ വൃത്തിയാക്കിയ ശേഷം ഇടയ്ക്ക് നമ്മൾ പിച്ചാത്തി കൊണ്ടോ അല്ലെങ്കിൽ കമ്പ് കൊണ്ടോ നമുക്ക് ഈ മണ്ണൊന്ന് കുത്തി ഇളക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചൂടുള്ള സമയങ്ങളിൽ ഐസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഐസ് കട്ട ചുവട്ടിൽ വെച്ച് കൊടുക്കുന്നതും നല്ലതാണ്. മഴക്കാലത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, മഴ ധാരാളം ലഭിക്കുന്നത് കൊണ്ട്. ചൂടുള്ള സമയത്ത് ഐസ് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ആഴ്ചയിൽ വളപ്രയോഗം ഒരു വളവും ഇടാൻ കിട്ടിയില്ലേ അറ്റ്ലീസ്റ്റ് ചാണകപ്പൊടിയെങ്കിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും സ്ട്രോബെറി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ സ്ട്രോബെറികൾ നട്ടുപിടിപ്പിക്കണം. വിൽക്കാനല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ സീൽ ചെയ്യാനല്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനും കുഞ്ഞുങ്ങളുള്ള വീട്ടിലും സ്ട്രോബെറി കടകളിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കണം. ഇതുപോലെ എല്ലാ പഴങ്ങളും വീട്ടിൽ നിന്ന് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന എല്ലാ പഴങ്ങളും അങ്ങനെ വെച്ച് അതിൽ നിന്ന് പഴം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി.